വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. നീറ്റ് 2024 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2. അപ്പോൾ എക്സ് ഓഫ് താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത് വാട്ട് ഇസ് എക്സ് ഓഫ് താൽമിക് ഗോയിറ്റർ? എക്സ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് തള്ളുക, ഓക്കെ. ഒഫ്താൽമിക് പറഞ്ഞാൽ കണ്ണ് പുറത്തേക്ക് തള്ളി വരിക. ഗോയിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുക, വീർത്ത് വരിക. അപ്പോൾ എക്സ് ഓഫ് താൽമിക് ഗോയിറ്ററിന്റെ വേറെ പേരെന്താ? ഗ്രേവ്സ് ഡിസീസ്. എന്ത് പറയും? ഗ്രേവ്സ് ഡിസീസ്, ഓക്കെ. ഗ്രേവ്സ് ഡിസീസ്. അപ്പോൾ ഈ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നതിൻ്റെ ഓപ്ഷൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതേതാണ്? A3 ആണ്. അപ്പോൾ ഈ എക്സ് ഓഫ് താൽമിക് ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹൈപ്പർ തൈറോയിഡിക് കണ്ടീഷനാണ്, ഓക്കെ അല്ലേ. അപ്പോൾ A3 വരുന്നത് ഓപ്ഷൻ 1 ഇല്ല, ഓപ്ഷൻ 2 ഇല്ല, ഓപ്ഷൻ 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അക്രോമെഗാലി എന്ന് നോക്കാം. വാട്ട് ഈസ് അക്രോമെഗാലി? ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ് ആഫ്റ്റർ ഗ്രോത്ത് പീരീഡ്. അപ്പോൾ ഗ്രോത്ത് പീരീഡിന് ശേഷം എന്ത് കൂടാ? ഗ്രോത്ത് ഹോർമോൺ കൂടുന്ന കണ്ടീഷൻ എന്ന് പറയാം അക്രോമെഗാലി. അക്രോ മീൻസ് ടിപ്സ്, ഓക്കെ. മെഗാലി മീൻസ് വലുതാവുക. അപ്പോൾ കൈയിൻ്റെ ഈ ഫിംഗർ ടിപ്സ് ഒക്കെ എന്തായി വരും? വലുതായി വരും. ആ കണ്ടീഷൻ എന്ന് പറയാം അക്രോമെഗാലി. അപ്പോൾ B4 ആണ് വരുന്നത്, B4. അപ്പോഴും ഓപ്ഷൻ 3ഉം 4 ആണ് വരുന്നത്, ഓക്കെ അല്ലേ. കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഹൈപ്പർ സെക്രീഷൻ ഓഫ് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ ലെവൽ ബ്ലഡിൽ കൂടുമ്പോൾ നമ്മൾ ഫേഷ്യസ് ഒക്കെ എന്തായിട്ട് വരും? ഒരു മൂൺ ഫേഷ്യസിലോട്ട് വരും, ഓക്കെ. ആ കണ്ടീഷൻ വിളിക്കുന്നത് എന്താ? കുഷിംഗ് സിൻഡ്രോം എന്നാണ് പറയുക. അപ്പോൾ C1 ആണ് വരിക, ഓക്കെ. C1 വരുന്നത് ഓപ്ഷൻ 4, ഓക്കെ. ഇപ്പോൾ 3 അല്ല. അപ്പോൾ ക്രെറ്റിനിസം. വാട്ട് ഈസ് ക്രെറ്റിനിസം? ഹൈപ്പോ തൈറോയിഡിസം ഇൻ ചിൽഡ്രൻസ്. കുട്ടികളിൽ എന്ത് കുറയാ? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയാ. ദാറ്റ് ഈസ് കോൾഡ് ക്രെറ്റിനിസം, ഓക്കെ. കുട്ടികളിൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ കുട്ടികൾക്ക് എന്തുണ്ടാവും? മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവും, ഓക്കെ. ഗ്രോത്ത് ഉണ്ടാവില്ല, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവില്ല, മെന്റൽ ഗ്രോത്ത് ഉണ്ടാവില്ല, ഓക്കെ അല്ലേ. അപ്പം ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ.